ഹായ് ഹലോ എവ്രി വൺ, ഞാൻ നിങ്ങളുടെ സ്വന്തം നിയ. ഇന്ന് ഞാൻ എത്തിയിരിക്കുന്നത് ഒത്തിരി നാളായിട്ട് ഞാൻ നിങ്ങളോട് എല്ലാവരോടും ഷെയർ ചെയ്യണമെന്ന് ഒത്തിരി ആഗ്രഹിച്ചൊരു വിഷയമാണ്. ടോക്സിക് പേരൻറ്റിംഗ് ആണ്. ടോക്സിക് പേരൻറ്റിംഗ് ലെവൽ വളരെ ഹൈ ആയിക്കൊണ്ടിരിക്കുന്നൊരു സിറ്റുവേഷൻ ഉണ്ട്. ഒരു ചൈൽഡ്ഹുഡ് ഒരു ഏജ് മുതൽ ഞാനും ഏകദേശം ഈ ടോക്സിക് പേരൻറ്റിൻ്റെ ഒരു ഇര തന്നെ ആയിരുന്നു. ഞാനതിൽ നിന്ന് ഓവർകം ചെയ്ത് വന്നതാണ്. കൊച്ചിലെ ഞാൻ നേരിട്ട ഒരു ഇൻസിഡൻ്റ് എന്ന് പറഞ്ഞാൽ മാർക്കിൻ്റെ ബേസിസിലായിരുന്നു. പിന്നെ കളറിൻ്റെ ബേസിസിലുണ്ടായിരുന്നു. പിന്നെ മറ്റ് എല്ലാവരെയും പോലെ അത്ര ആക്റ്റീവ് ആയിരുന്നില്ല ഞാൻ. അപ്പോൾ അതിൻ്റെ പേരിലും ഉണ്ടായിരുന്നു. പക്ഷേ ഞാൻ ശ്രദ്ധിച്ചത് എൻ്റെ കൂട്ടുകാർ, എൻ്റെ ഒപ്പം പഠിച്ചിരുന്ന എൻ്റെ ക്ലാസ്മേറ്റ്സൊക്കെ അവരുടെ പേരൻസിൻ്റെ അടുത്ത് വളരെ ഫ്രീ ആയിട്ടായിരുന്നു പെരുമാറിയിരുന്നത്. അവർക്ക് അവരുടെ ഫാമിലിയിൽ ദെയർ ഓൺ ഫ്രീഡം കിട്ടിയിരുന്നു. അവരുടെ പേരൻസ് അവരൊന്ന് വിളിച്ചാലൊന്ന് പെട്ടെന്ന് ഓടി എത്തത്തക്ക രീതിയിലുള്ള പേരൻസ് ആയിരുന്നു. അതുകൂടാതെ തന്നെ ഞാൻ ഒരു ഘട്ടമെത്തിയപ്പോൾ ഞാൻ സ്വയം ചിന്തിച്ചു, ഇതെനിക്ക് മാത്രമേ ഉള്ളൂ ഈ പ്രശ്നം, ഇങ്ങനൊരു പേരൻറ്റിങ്ങിൻ്റെ ഇര, ടോക്സിക് പേരൻറ്റിങ്ങിൻ്റെ ഇര മാത്രമേ ഞാൻ ഉണ്ടാവുള്ളൂ എന്ന് ഞാൻ ചിന്തിച്ചിരുന്നു. പക്ഷേ നേരെ തിരിച്ച് ഒരു 50% വരുന്ന കുട്ടികൾക്ക് നല്ലൊരു ഫാമിലി ബാക്ക്ഗ്രൗണ്ട് കിട്ടിയപ്പോൾ, നല്ല പേരൻസിനെ കിട്ടിയപ്പോൾ, ബാക്കി വരുന്ന 50% വരുന്ന കുട്ടികൾക്ക് ഇത് കിട്ടാതെ പോവുകയാണ് ചെയ്തത്. പിന്നെ ഈ രണ്ട് തട്ടിൽ, ഇപ്പോൾ രണ്ട് കുട്ടികളുള്ള വീടുകളിലാണെങ്കിൽ കുട്ടികളെ രണ്ട് തട്ടിൽ കാണുന്ന രീതിയാണ് നമ്മൾ ആദ്യം ഒഴിവാക്കേണ്ടത്. രണ്ടുപേരെയും ഒരുപോലെ കാണാനായിട്ട് ശ്രമിക്കുക. കാരണം എല്ലാവർക്കും ഈശ്വരൻ ബുദ്ധി ഒരുപോലെ തരില്ല. രണ്ട് പേർക്കും രണ്ട് തരം കഴിവുകളായിരിക്കാം. ഇപ്പോൾ ഒരു വീട്ടിലൊരു കുട്ടിക്ക് നല്ല ആർട്ടിസ്റ്റിക് ആയിട്ടുള്ള വരയ്ക്കാനും അത്യാവശ്യം ഉള്ള കഴിവുകളൊക്കെ ഉണ്ടാവാം. പക്ഷെ ആ കുട്ടി പേരൻസിനെ ഒരുപാട് ഒബ്സസ്ഡ് ആയിട്ട് സ്നേഹിക്കുന്നത് കൂടാതെ പേരൻസും ആ കുട്ടിയെ സ്നേഹിക്കുന്നത് മൂലം അപ്പോൾ ആ കുട്ടി പേരൻസ് പറയുന്നത് ചൂസ് ചെയ്ത് ആ വഴിക്ക് പോകുന്നു. ആ കുട്ടിയുടെ ഡ്രീം അവിടെ സ്റ്റോപ്പ് ആകുകയാണ്. അതേസമയം മറ്റൊരു കുട്ടി ഈ പേരൻസിനോട് കറക്റ്റ് ലെവലായിട്ടുള്ള സ്നേഹം, അതായത് ഈ ഒബ്സസ്ഡ് ആയിട്ടുള്ള സ്നേഹം അല്ലാതെ എന്താണോ പേരൻസിനോടുള്ള സ്നേഹം ആ ലെവലിൽ നിന്നുകൊണ്ട് തൻ്റെ ഡ്രീം എന്താണോ, അംബീഷൻ എന്താണോ അത് അച്ചീവ് ചെയ്യാൻ ശ്രമിക്കുകയാണ്. ഇപ്പോൾ ആ കുട്ടിക്ക് എഴുത്തും വായനയാണ് താല്പര്യം എന്ന് വിചാരിക്കുക. ജസ്റ്റ് ഇമാജിൻ, ആ കുട്ടി ആ വഴിക്ക് പോവുകയാണ്. ആ വഴിക്ക് പോകുമ്പോൾ ബാക്കിയുള്ള ആ കുട്ടിയുടെ സ്റ്റഡി ലെവല്, അതുകൂടാതെ അതിന് അക്കാദമിക് ലെവല് തീരെ താഴേക്ക് പോവുകയാണ്. എന്നാലും അത്ര താഴേക്കുമല്ല, ഒരു മിഡിൽ ലെവലിൽ നിൽക്കുകയാണ്. അപ്പോൾ ആ കുട്ടിയെ സപ്പോർട്ട് ചെയ്യേണ്ടതിന് പകരം ഈ സ്വന്തം ഡ്രീമും അംബീഷൻസും എല്ലാം ഉപേക്ഷിച്ച് പേരൻസ് പറഞ്ഞ ലെവലിൽ, അതായത് ആ ഒബ്സസ്ഡായ ചൈൽഡിനെ മാത്രം സ്നേഹിക്കുന്ന പേരൻറ്റിങ് രീതിയാണ് ആദ്യം മാറ്റേണ്ടത്. പിന്നെ റിലേറ്റീവ്സിനെ നമ്മൾ ഉപേക്ഷിക്കണമെന്ന് പൂർണ്ണമായും ഞാൻ പറയില്ല, അവരും വേണം. പക്ഷെ അവരുടെ വാക്ക് കേട്ടുകൊണ്ട് സ്വന്തം കുട്ടികളെ ജഡ്ജ് ചെയ്യുന്ന രീതി ആദ്യം ഒഴിവാക്കുക. പിന്നെ നിറം എന്നത്, ഒരു കുട്ടി കറുത്തു പോയി എന്നത് പാരമ്പര്യമോ അല്ലെങ്കിൽ ജനറ്റിക്, അത് പറഞ്ഞ് കുത്തി മുറിവ് ഏൽപ്പിക്കരുത്, ശവത്തിൽ കുത്തരുത്. കാരണം ശരീരത്തിലെ മെലാനിൻ എന്നതിൻ്റെ അളവ് കുറഞ്ഞോ കൂടിയോ അത് വളരെ ശ്രദ്ധിക്കേണ്ട ഒരു പോയിൻ്റാണ്. നിങ്ങൾ ജസ്റ്റ് ഗൂഗിൾ ചെയ്ത് നോക്കി നിങ്ങൾക്കത് മനസ്സിലാവും. പിന്നെ ഒരു കുട്ടി ഇപ്പോൾ കാലിന് ഇത്തിരി എന്തെങ്കിലും മുടന്തൊക്കെ പോലെ ഉണ്ടെങ്കിൽ തന്നെ അത് ജനറ്റിക്കായിട്ട് നിൻ്റെ കുടുംബ പാരമ്പര്യം അങ്ങനെയല്ലേ എന്ന് അച്ഛൻ, അമ്മ പറയുന്നു നിൻ്റെ പാരമ്പര്യം അങ്ങനെ ആയതുകൊണ്ട് അങ്ങനെയല്ല. അതിന് എന്തെങ്കിലും ഡിഫക്റ്റ് ഉണ്ടെങ്കിൽ അത് ഹോസ്പിറ്റലിൽ പോവുക, ഡോക്ടറെ കാണുക, അല്ലെങ്കിൽ ആ കുട്ടിയെ ഒപ്പം നിന്ന് സപ്പോർട്ട് ചെയ്യുക, ബെറ്റർ ട്രീറ്റ്മെൻറ്റ് കൊടുക്കുക. അതുകൂടാതെ ബെറ്റർ എഫെക്ഷൻ, ബെറ്റർ കെയർ, അവരോട് ബെറ്റർ അറ്റൻഷൻ കൊടുക്കുക. എനിക്കറിയാവുന്ന ഒരു കുട്ടി, ആ കുട്ടിയുടെ മമ്മയുടെ സിസ്റ്റർ, ആ കുട്ടി ഇങ്ങനെ ഈ പേരൻസിനോട് ഒത്തിരി അറ്റാച്ച്ഡ് ആയിട്ട് പേരൻസിൻ്റെ അറ്റൻഷന് വേണ്ടി ഇങ്ങനെ കാത്തിരിക്കുന്ന ഒരു കുട്ടി, അവരത് കൊടുക്കുന്ന ഒരു സിറ്റുവേഷനിൽ അവർ പറഞ്ഞ ഒരു വാക്ക് അവളുടെ മുമ്പിൽ വെച്ച് തന്നെ ആ ആൻറ്റി പറയുകയാണ് അവളോട്, ഷീ ഈസ് എ അറ്റൻഷൻ സീക്കിങ് ക്വീൻ. അന്ന് മുതൽ ആ കുട്ടി അതിനോട് ഒത്തിരി, ആ ഒരു വേർഡ് തന്നെ മൈൻഡിലിട്ട് ഒത്തിരി അഫക്റ്റഡ് ആയിപ്പോയൊരു കുട്ടിയാണ്. ആ കുട്ടിയെ എന്നോടത് തുറന്ന് പറഞ്ഞിരുന്നു. അപ്പോൾ ഇപ്പോൾ ഒരു അവസ്ഥയിൽ എനിക്കത് തുറന്ന് പറയേണ്ടി വന്നതാണ്. അതുകൂടാതെ തന്നെ ഈ ഒരു പേര് എനിക്കും ഇഷ്ടം പോലെ കിട്ടിയിട്ടുണ്ട്. കാരണം എനിക്ക് പേരൻസ്, എനിക്ക് ചെറിയ ചെറിയ കാര്യം മതി വളരെ ഹാപ്പി ആവാൻ. പക്ഷെ അതുപോലും മറ്റുള്ളവർ, എനിക്ക് ഒപ്പം പഠിക്കുന്നവർ മുമ്പ് പറഞ്ഞിട്ടുണ്ട്, ഷീസ് ആൻ എക്സ്പ്രഷൻ ക്വീൻ. ഞാനിപ്പോൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നല്ല സന്തോഷം വരുവാണെങ്കിൽ കണ്ണൊക്കെ മുഴിപ്പിച്ച് ഭയങ്കര ചിരിയൊക്കെ ആയിട്ട്, ഭയങ്കര ചിരിക്കുകയാണെങ്കിലും ഞാൻ പൊട്ടിച്ചിരിക്കും, വായ തുറന്ന് ചിരിക്കും. പിന്നെ അത്യാവശ്യം ബസ്സിലൊക്കെ പോകുമ്പോഴത്തേക്കും നല്ല പാട്ട് കേട്ടാൽ ഞാൻ അതിനനുസരിച്ച്
മൂളാറുണ്ട്, പാട്ട് പാടാറുണ്ട്. പക്ഷെ ചിലർക്കത് ഭയങ്കര ബുദ്ധിമുട്ടായിട്ട്, മിക്കവാറും എൻ്റെ പേരൻസ് തന്നെയാണ് പക്ഷെ അത് പറയാറുണ്ട്. പക്ഷേ ആ ചെറിയ ചെറിയ ഇഷ്ടങ്ങൾ പോലും അവിടെ ഒരാളുടെ കഴിവിനെ അവിടെ സപ്രസ് ചെയ്യണം. പിന്നെ ഇപ്പോൾ വീട്ടിൽ ഇരുന്ന് റീൽസ് കാണുന്നതിനിടയ്ക്ക് ഇഷ്ടപ്പെട്ട ഒരു പാട്ടിൻ്റെ വരികൾ കേട്ടാൽ അത് മൂളും, സ്വാഭാവികമാണ് കുട്ടികളുടെ കാര്യത്തിൽ. അതവിടെ സ്റ്റോപ്പ് ചെയ്യുന്നു. പിന്നെ ഭക്ഷണം കഴിക്കുമ്പോൾ ഇത്തിരി സ്പീഡ് കൂടിപ്പോയാൽ നീ എങ്ങോട്ടായി ഓടിപ്പോകുന്നത്, ഭക്ഷണം ഇത്ര ആക്രാന്തത്തിൽ, ചിലപ്പോൾ ആ കുട്ടിയുടെ ഭക്ഷണം കഴിക്കുന്ന രീതി അതായിരിക്കാം. പിന്നെ ഡ്രസ്സ് ഇടുമ്പം അയ്യേ ഇതെന്താ ഈ ഡ്രസ്സിങ്ങനെ, നിനക്ക് എന്തിട്ടിട്ട് ഒരു മെന വരുന്നില്ലല്ലോ, ഭംഗി വരുന്നില്ലോ. ആ കുട്ടിയുടെ ഡ്രസ്സിങ് രീതി അങ്ങനെ ആയിരിക്കാം, അവൾ ആ ഡ്രസ്സ് ഇടുമ്പോൾ അത്രയും ഭംഗി ഉണ്ടാവുള്ളൂ. കുട്ടികളിപ്പോൾ നമ്മുടെ വർത്തമാനം കേട്ടിട്ട് അവരെ തന്നെ സ്വയം വെറുത്തു പോവാണ്. അയ്യോ അമ്മ അങ്ങനെ പറഞ്ഞു, അച്ഛൻ അങ്ങനെ പറഞ്ഞു, ആ ഡ്രസ്സിൽ ഞാൻ കാണാൻ മോശമാണ്. ഇപ്പോൾ ഒരു ഫോട്ടോ എടുത്ത് ഒരു പെൺകുട്ടി തൻ്റെ ഒരു സെൽഫി എടുത്ത് അമ്മയ്ക്ക് അയച്ചു കൊടുക്കുകയാണ്. അപ്പോൾ അമ്മ പറയുകയാണ്, ഓ ഇത് ഒരു ഭംഗിയില്ല, ഒരു വർക്കത്തുമില്ല. അതേസമയം മുഖം ഈ പേരൻസ് പറഞ്ഞത് കാരണം തന്നെ യഥാർത്ഥ ഫോട്ടോയ്ക്ക് കുറേ ഫിൽറ്റർ ഇട്ട് കുട്ടി സ്വയം മാറ്റിമറിച്ച ഒരു ഫോട്ടോ അതാണ് പേരൻസിന് കൂടുതൽ ഇഷ്ടപ്പെട്ടതെന്ന് പറഞ്ഞാൽ അവർ പുറത്ത് സമൂഹത്തിനോട് അറ്റാച്ച്ഡാണ് അവർ ഒത്തിരി പേരൻസ്. അപ്പോൾ ബാക്കിയുള്ളവരുടെ മക്കളൊക്കെ ഭയങ്കര സുന്ദരി ആയതുകൊണ്ട് എൻ്റെ കുട്ടിയുടെ ഫോട്ടോ അതിപ്പോൾ ഫിൽറ്റർ ഇട്ട ഫോട്ടോ മതി, ഭംഗി അത് മതി എന്ന് ചിന്തിക്കരുത്. ഒപ്പം മാർക്ക്, ടീച്ചേഴ്സ് പേരൻസ് മീറ്റിങ്ങിന് ചെല്ലുമ്പോൾ ടീച്ചേഴ്സ് നല്ലതും പറയും, അതിനനുസരിച്ച് നെഗറ്റീവും പോസിറ്റീവും പറയുന്നവരുണ്ട്. ഈ പോസിറ്റീവ് മാത്രം മൈൻഡിലേക്ക് ഉൾക്കൊണ്ട് പോസിറ്റീവിനെ ഉൾക്കൊള്ളണം, നെഗറ്റീവിനെ പുറത്തേക്ക് കളയുകയും വേണം. പക്ഷേ നെഗറ്റീവിനെ മാത്രം ഉൾക്കൊണ്ട് പോസിറ്റീവിനെ എടുത്ത് കളയുന്ന പേരൻസ് ഉണ്ട്. അങ്ങനെ എനിക്ക് ഒത്തിരി എഫക്റ്റഡ് ആയ ടീച്ചേഴ്സിൻ്റെ അടുത്ത് നിന്ന് കിട്ടിയ എക്സ്പീരിയൻസ് എനിക്ക് ഒത്തിരി ഉണ്ട്. നമ്മൾ ആദ്യം അതാണ് വേണ്ടതെന്ന് പറയുന്നത്, നമ്മൾ നമ്മുടെ മക്കളുടെ കൂടെ നിൽക്കുകയല്ലേ വേണ്ടത്, അതാണ് ഏറ്റവും വേണ്ട കാര്യം. നമ്മളെപ്പോഴും അവരുടെ കൂടെ എന്ന് പറഞ്ഞ് എപ്പോഴും അവരെ ഇങ്ങനെ പിന്താങ്ങി അവരെ എപ്പോഴും ഇങ്ങനെ ഒപ്പം കൂടെ നടന്ന് അവരിങ്ങനെ ഒരു ചിറകിനകത്ത് ഒതുക്കി വെച്ച് ഭയങ്കര ഫ്രീഡം കൊടുത്ത് അങ്ങനെയല്ല. അവർക്ക് ഒരു വീണു പോകാവുന്ന ഭയങ്കര സാഡായിട്ടുള്ള ഇനി കരകയറാൻ പറ്റില്ല എന്ന് തോന്നുന്നിടത്ത് എൻ്റെ പേരൻ്റ് ഉണ്ട് എന്നൊരു വിശ്വാസം കുട്ടിയിലുണ്ടെങ്കിൽ ആ കുട്ടി എന്തായാലും ലൈഫിൽ വിജയിച്ച് പോരും. ഞാൻ ആരില്ലെങ്കിൽ എനിക്ക് ഹസ്ബൻഡ് വേണ്ട, കുട്ടികൾ വേണ്ട, എനിക്ക് അവരൊക്കെ എന്നെ വേണ്ടാന്ന് വെച്ചാൽ പോലും എത്ര കാലം കഴിഞ്ഞാൽ എൻ്റെ പേരൻസ് ഇപ്പോൾ ഇല്ല, മരിച്ചു പോയെങ്കിൽ പോലും അവരുണ്ട്, അവരുടെ ആ ഒരു അദൃശ്യമായൊരു പ്രസൻസ് ഉണ്ട് എന്ന് ചിന്തിക്കാൻ ഒരു കുട്ടിക്കായാൽ, ആ കുട്ടി എത്ര ഏജ് ആയാലും, ഇപ്പോൾ യുവതിയായി, പ്രായം ചെന്ന അമ്മയായി, മുത്തശ്ശിയായി, എത്ര പ്രായം കഴിഞ്ഞാലും അങ്ങനൊരു ചിന്തയുണ്ടെങ്കിൽ അവർ കര കയറി വരും. നമ്മൾ ഈ ടോക്സിക് പേരൻറ്റിങ് കൊണ്ട് ഒന്നും ആവില്ല. സൊസൈറ്റീനെ പ്രീതിപ്പെടുത്താൻ, സന്തോഷിപ്പിക്കാൻ വേണ്ടി നമ്മൾ നശിപ്പിക്കുന്നത് നമ്മുടെ കുട്ടിയുടെ സന്തോഷമാണ്. ആദ്യം അവരുടെ ഡ്രീമിനാണ് നമ്മൾ ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്. ഒരു ഏജ് കഴിയുമ്പോൾ തന്നെ പാട്ട് പാടാൻ അറിയാവുന്ന കുട്ടിയാണെങ്കിൽ പാടും, എഴുതാനുള്ള കഴിവുള്ള കുട്ടിയാണെങ്കിൽ എഴുതും, അഭിനയിക്കാൻ താല്പര്യമുള്ള കുട്ടിയാണെങ്കിൽ അവൾ അഭിനയിക്കും, അത് ഉറപ്പാണ്. അപ്പം നമ്മൾ നമ്മുടെ കുട്ടികളുടെ കൂടെ നിൽക്കുക, അവരെ സപ്പോർട്ട് ചെയ്യുക. ബീയിങ് എ ബെസ്റ്റ് പേരൻറ്റ് ഇൻ ദ വേൾഡ്. ബൈ ബൈ.